the late night message for you. How do they see you? So ഇതാണ് നമ്മൾ ഇന്ന് കളക്റ്റീവ് ആയിട്ട് നോക്കുന്നത്. എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ നിങ്ങളെ കാണുന്നത്? The wheel, the change, alright? So ഈ സമയം നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ ആളുകൾ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു റിയൽ ട്രാൻസ്ഫർമേഷൻ ആളുകൾ കാണുന്നുണ്ടായിരിക്കണം. അവിടെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങൾ ഡെഡിക്കേറ്റ് ആയിട്ട് എൻഗേജ്ഡ് ആവുന്ന കാര്യങ്ങൾ, എസ്പെഷ്യലി വളരെ ഡീപ്പായിട്ടുള്ളൊരു ക്ലെൻസിങ് പ്രോസസ് നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ പാസ്റ്റും ഈ ഒരു കറന്റ് സിറ്റുവേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റും ഫ്യൂച്ചറും എടുക്കുന്ന സമയത്ത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില മാറ്റങ്ങളിൽ നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ആൻഡ് അത് മറ്റുള്ള ആളുകൾക്ക് അത് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ, നിങ്ങളുടെ ഫീലിങ്സിൽ, ഇമോഷൻസിൽ ഒക്കെ ഒരുപാട് ചേഞ്ചസ് ഈ ഒരു സമയത്ത് ആളുകൾ കാണുന്നുണ്ട്. മെയിൻലി നിങ്ങൾ ഒരുപാട് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരുപാട് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ എൻഗേജ്ഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ നല്ല കാര്യങ്ങളും മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആ മാറ്റം, നിങ്ങൾ എടുക്കുന്ന മാറ്റങ്ങൾ ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ എന്താണോ ഈ സമയത്ത് നിങ്ങൾ ഇതുപോലത്തെ കാര്യത്തിലേക്ക് എൻഗേജ്ഡ് ആവുന്നത്, സോ ആ ഒരു കാര്യം, ആ ഒരു ആക്ഷൻ ഇത്ര കാലം നിങ്ങളുടെ പാസ്റ്റ് എങ്ങനെയായിരുന്നോ ആ ഒരു കാര്യം ആളുകൾ കംപ്ലീറ്റ്ലി മറക്കാനുള്ള ഒരു റീസൺ ആവുന്നുണ്ട്. എങ്ങനെയാണോ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റ് എന്തായിരുന്നു, ആളുകൾ എന്നെ അങ്ങനെ കാണുന്നുണ്ടോ, ഞാനത് ചെയ്തു പോയത് ആളുകൾ ഇപ്പോഴും ഓർക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പഴയതുപോലെ തന്നെയാണോ എന്നെ ആളുകൾ കാണുന്നത്, ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ ഒരു നല്ല വശങ്ങളിലേക്ക് ആളുകൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ മാറ്റിയെടുക്കുന്നുണ്ട്, നിങ്ങളെ തന്നെ മാറ്റിയെടുക്കുന്നുണ്ട്. സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഒരുപാട് ഫേവർ ആയിട്ട് വരുന്നുണ്ട്. റൈറ്റ്? സോ നിങ്ങൾ പല കാര്യങ്ങളും ഇനീഷ്യേറ്റ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചില ഹെൽപ്പ് വേണം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈവൻ നിങ്ങൾ ചോദിക്കാതെ തന്നെ ചില ആളുകൾ നിങ്ങളുടെ ലൈഫിൽ വിസിബിൾ ആവുന്നുണ്ടായിരിക്കണം, ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കണം, ഓർ നിങ്ങൾക്ക് വേണ്ട ഒരു നോളേജ് തരുന്നുണ്ടായിരിക്കണം. ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ ചില കാര്യത്തെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് റിലേറ്റഡ് ആയിട്ടുള്ള ഹെൽപ്പ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് ആളുകൾ വഴി നിങ്ങളിലേക്ക് കണക്ട് ആവുന്നതായിരിക്കാം. ഓക്കെ, ഈ സമയം ആളുകൾ നിങ്ങളെ കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ചില അവസരങ്ങൾ വന്നിട്ടുണ്ടായിരിക്കണം. സോ അത് ആളുകൾ വളരെ ബ്ലെസ്ഡ് ആയിട്ട്, നിങ്ങളൊരു വളരെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണാൻ ഒരു റീസൺ ആവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ ആളുകൾ കാണുന്നത് നിങ്ങളുടെ ഒരു എഫേർട്സ് ശരിക്കും ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഒരു സമയം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ചില മാറ്റങ്ങൾ, ഈ സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആളുകൾ കൂടുതൽ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുക. സോ പ്രോബബ്ലി ആ ഒരു കാര്യം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളത് മിക്ക ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങൾ വളരെ ലക്കി ആയിട്ട്, വളരെ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്ര ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണ് ആളുകൾ നിങ്ങളെ കാണുന്നത്. എസ്പെഷ്യലി ആളുകൾ സംസാരിക്കുന്ന ഒരു കാര്യം, ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മേ ബി ലൈക്ക് നിങ്ങൾക്കത് വാല്യുബിൾ ആയിട്ട് തോന്നണമെന്നില്ല. നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്തുള്ള കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. അത്ര ഒരു സന്തോഷം നിങ്ങൾ അതിൽ ഉണ്ടാവണമെന്നില്ല, അത്ര വലിയ കാര്യമായിട്ട് നിങ്ങൾ എടുക്കുന്നുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, എത്രയോ ആളുകൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. അങ്ങനത്തെ കഴിവുകളായിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കത് ഉണ്ടാവുന്നുണ്ട്, നിങ്ങളുടെ ലൈഫിൽ അത് ഉണ്ട്. ഓൾറൈറ്റ്, സോ ഇതൊക്കെ ആളുകൾ ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളാണ്. സോ നിങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ലൈഫ് മൂവ് ചെയ്യുന്നതായിട്ട് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നതായിട്ട് ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. പെട്ടെന്ന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ചില മാറ്റങ്ങള്, ചില ട്രാൻസ്ഫോർമേഷൻ ആളുകൾക്ക് അത് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഫാസ്റ്റ് ആണ്. ഓക്കെ, സോ വളരെ ഈസി ആയിട്ട്, വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ ഗ്രോ ചെയ്യുന്നത് ആളുകള് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആളുകൾ ഇത് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാണുന്നത് അങ്ങനെയാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതുപോലെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഗ്രോത്തിൽ കോൺസ്റ്റന്റ് ആയിട്ടുള്ളൊരു
ചേഞ്ച് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടായിരിക്കണം, എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഫ്ലോ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഹയർ സിറ്റുവേഷനിലേക്ക് വരികയാണ്. സോ ആ ഒരു പാത്ത്, ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾ കൂടുതൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഈസിനെസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വളരെ ഈസി ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട്, നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങളും വളരെ ഈസി ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കൂടുതൽ ആളുകൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ആളുകൾ അങ്ങനെയാണ് നിങ്ങളെ കാണുന്നത്. സോ പ്രോബബ്ലി നിങ്ങളുടെ ഒരു പാർട്ട്ണർ, നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, കാരണം എല്ലാവർക്കും എല്ലാവർക്കും ഗ്രോത്ത് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, അല്ലെ? സോ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. സോ മറ്റുള്ള ആളുകൾ നോക്കുന്ന സമയത്ത് അവരെ ഇൻസ്പയർ ചെയ്യുന്ന എന്തൊക്കെയോ ഒരു കാര്യങ്ങളിലേക്ക് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കിയെടുക്കുന്നു, നിങ്ങൾ എങ്ങനെ ചില കാര്യങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്നു, എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഒരു ഹൈ പൊസിഷനിലേക്കുള്ള അല്ലെങ്കിൽ ഒരു ഹയർ സെൽഫിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കുറച്ചുകൂടി ഈസി ആയിട്ട് ആളുകൾ കാണുന്നുണ്ട്. സോ അതൊക്കെ നിങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ ഇൻസ്പയറിംഗ്ലി കണക്ട് ചെയ്യാൻ ഒരു റീസൺ ആവുന്നുണ്ട്. ഓക്കെ, സോ എസ്പെഷ്യലി നിങ്ങളുടെ ഒരു പാർട്ട്ണർഷിപ്പ്, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, ഈവൻ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫിൽ വരുന്ന സമയത്തും നിങ്ങളെ പങ്കാളിയാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളെ വളരെ എക്സാക്ട്ലി നിങ്ങളുടെ അടുത്ത് വളരെ ഡീപ്പ് ആയിട്ടുള്ള അട്രാക്ഷൻസ് ഉണ്ടാവുന്നുണ്ട്. അത് നിങ്ങളുടെ ഫിസിക്കാലിറ്റി ആയിരിക്കാം, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഇതുപോലുള്ള ചില മാറ്റങ്ങൾ കൊണ്ടാണ്. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ വളരെ ബ്ലെസ്ഡ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഓൾറൈറ്റ്, ഒരിക്കലും നിങ്ങൾ സ്വയം നിങ്ങളെ കമ്പയർ ചെയ്യാതിരിക്കുക. കാരണം മറ്റുള്ള ആളുകൾക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങൾ അത്ര ഒരു ഫ്ലോ ഉണ്ടാവുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ചില കാര്യത്തിലേക്കൊക്കെ നോക്കുന്ന സമയത്ത്. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട്. റൊമാൻസ് ഉണ്ടാവുന്നുണ്ട്. ഓൾറൈറ്റ്, റൊമാൻസ് ഉണ്ടാവുന്നുണ്ട്. സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, അത് നിങ്ങളെ പോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന് നിങ്ങളടുത്ത് അട്രാക്ഷൻ തോന്നുന്നതായിരിക്കാം. ഓക്കെ, ഒരുപാട് അട്രാക്ഷൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ക്വാളിറ്റി അട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റിയിലേക്ക് അട്രാക്റ്റഡ് ആവുന്ന ചില ആളുകളുണ്ട്. അവര് പ്രോബബ്ലി അവരുടെ ലൈഫിൽ ഇതുപോലെ ഗ്രോ ചെയ്യാൻ ഡിസേർവ് ആയിട്ടുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഗ്രോ ചെയ്യാൻ അത്ര ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, ഓർ ഓൾറെഡി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം. ഓക്കെ, സോ നിങ്ങളെ ഏതൊരു പൊസിഷനിലേക്കാണോ എത്തിപ്പെടാൻ പോകുന്നത്, അതുപോലെ ലൈഫിൽ ഗ്രോ ചെയ്തിട്ടുള്ള, അതുപോലെ ലൈഫിൽ ഓരോ ചാലഞ്ച് ഓവർകം ചെയ്തു വന്ന് ചില കാര്യങ്ങളൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ഒരു പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്കാണ് നിങ്ങളടുത്ത് അട്രാക്ഷൻ ഉണ്ടാവുന്നത്. സോ അത് മേ ബി ലൈക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. റീസെന്റ് ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾ സംസാരിക്കുന്ന, നിങ്ങൾ വാച്ച് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. സോ അവിടേക്ക് ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ചില ഒരു യുണീക്നെസ് നിങ്ങളിലേക്ക് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ആളുകള് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ലൈഫിന്റെ ഒരു സ്റ്റേജിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ഫ്രീഡം ഉള്ളതുപോലെയാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. സോ ഇത്ര കാലമായിട്ട് നിങ്ങൾ ഒരു ഷെല്ലിൽ തന്നെ നിൽക്കുന്നതായിട്ടായിരിക്കും ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതാണ് നിങ്ങളുടെ പാസ്റ്റ് തിരുത്തുന്ന ചില കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ എൻഗേജ്ഡ് ആവുന്നത്. ഒരു മാറ്റാണ് ആളുകൾ നിങ്ങളിൽ കാണുന്നത്. സോ നിങ്ങൾ എന്താണോ നിങ്ങളെ ലിമിറ്റ് ചെയ്തു വെച്ചിട്ടുള്ളത്, അവിടെ നിന്നൊരു അസാധ്യമായിട്ടുള്ള ഒരു ഫ്രീഡം, സ്വാതന്ത്ര്യം നിങ്ങൾക്കുള്ളതായിട്ടാണ് ആളുകൾ കാണുന്നത്. അതാണ് ആളുകൾക്ക് ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവുന്നത്. സോ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ നിങ്ങൾ കൊടുക്കുന്നത്? ആളുകൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ ഇങ്ങനെ ചേഞ്ച് ആവുന്നുള്ളത്, നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നുള്ളത്, ഇതുപോലെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആവും എന്നുള്ളത്, ഇതുപോലെ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കയറാൻ പറ്റുന്നുള്ളത് നിങ്ങളുടെ കൂടെയുള്ള ആളുകളോ അല്ലെങ്കിൽ നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്ന ആളുകളോ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ അങ്ങനത്തെ ഒരു ഡീപ്പായിട്ടുള്ളൊരു തോട്ട് കൊടുക്കുന്നുണ്ട് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ പറ്റിയിട്ട് ചിന്തിക്കാൻ. ജെന്യൂൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു തോട്ട് നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഡീപ്പായിട്ട് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളൊരു തോട്ട് കൊടുക്കുന്നുണ്ട്. അത് പ്രോബബ്ലി ചില ആളുകൾക്ക് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ്. സോ ചില ആളുകൾക്ക് വിഷമം ഉണ്ടാവുന്നത് അവരുടെ ഒരു ബെസ്റ്റ് പാർട്ട്ണറെ ആയിരിക്കാം അവർ ഏതൊക്കെയോ രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ചില ആളുകൾക്ക് വിഷമം ഉണ്ടാവുന്നുണ്ട്, മേ ബി നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നുള്ള രീതിയിലായിരിക്കാം. ഓൾറൈറ്റ്, നിങ്ങളെ നഷ്ടപ്പെട്ടു പോയതിലായിരിക്കാം.
നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിലായിരിക്കാം. ചില ആളുകൾക്ക് വളരെ ഡീപ്പ് ആയിട്ടുള്ളൊരു റിഗ്രറ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നിങ്ങൾ റൊമാൻറ്റിക് ലൈഫിലേക്ക് വരുന്ന സമയത്ത്, റിലേഷൻഷിപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ ഈ ഒരു മാറ്റത്തില് വളരെ ഒരു വിഷമം തോന്നുന്ന ആരോ ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളെ റിലേഷൻഷിപ്പിൽ ഹേർട്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കാം. അവർക്ക് വലിയൊരു വിഷമം ഉണ്ടാവുന്നുണ്ട്. കാരണം അവരുടെ ഒരു നല്ലൊരു പാർട്ട്ണർ അവർ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. മേ ബി ലൈക്ക് സിറ്റുവേഷൻ കാരണമായിരിക്കാം അങ്ങനത്തെ ഒരു നഷ്ടം അവര്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സെപ്പറേഷൻ ഓർ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ഈ ഒരു പുതിയ വേർഷൻ കണക്ട് ചെയ്യാൻ അവരെ സഹായിക്കുന്നില്ല. എന്തോ ഒരു കാര്യം അതിനിടയ്ക്ക് നിൽക്കുന്നുണ്ടായിരിക്കാം. റിലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള റീഡിങ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ എത്രമാത്രം കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കമന്റ് ചെയ്യാം. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ്.